Good morning. Now let us move on to next chapter, that is accounting for hire purchase and installment system. Okay. So what is hire purchase? Meaning of hire purchase. Hire purchase is a system under which the buyer enters into an agreement with the seller to pay the price of the goods purchased in installments, which include interest. So hire purchase എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a system under which the buyer enters into an agreement with the seller to pay the price of the goods purchased in installments. സാധാ ഒരു സെയിലല്ല ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് ബയറും സെല്ലറും തമ്മിലുള്ള അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നു. ബട്ട് ആ അഗ്രിമെൻറ്റിൽ പറയുന്നത് ആ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് തവണകളായിട്ടായിരിക്കും അടയ്ക്കുക. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻറ്ററസ്റ്റ്. The buyer gets possession of the goods immediately on paying the first installment, down or spot payment. ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിയുമ്പോൾ തന്നെ പൊസഷൻ കിട്ടുന്നു, പക്ഷേ ഓണർഷിപ്പ് ഹി ഡസൻറ്റ് ഗെറ്റ്. ഓണർഷിപ്പ് വിൽ ബി ട്രാൻസ്ഫേർഡ് അറ്റ് ദി പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. സോ സച്ച് എ സിസ്റ്റം ഈസ് നോൺ ആസ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബൈയിങ് ഗുഡ്സ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് നേരിട്ട് ഗുഡ് വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടില്ല. പൊസഷൻ ഓഫ് ഗുഡ് മാത്രമേ മാറുന്നുള്ളൂ. ഓണർഷിപ്പ് അറ്റ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റിൻ്റെ സമയത്താണ് ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് അഗ്രിമെൻറ്റ്. ഇറ്റ്സ് എ ക്രെഡിറ്റ് പർച്ചേസ്. Payment is made in installments. Installments include installments towards cash price and interest. Then ownership of goods remains with the vendor, etc. So these are the features of hire purchase agreement. Now next is the difference between hire purchase and sale. സാധാ സെയിലും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഓക്കെ. First difference is that under sale, ownership is transferred at the time of purchase. പർച്ചേസിൻ്റെ സമയത്താണ് സാധാരണ ഒരു സെയിലിൽ പർച്ചേസിൻ്റെ സമയത്ത് തന്നെ ഓണർഷിപ്പ് ഓഫ് ദാറ്റ് ഗുഡ് ഇസ് ഓൾസോ ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. ബട്ട് അണ്ടർ ഹയർ പർച്ചേസ് ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. Second difference is that in the case of sale, payment of price is generally made in lump sum. ഒന്നായിട്ട് ആ ഗുഡ് വാങ്ങിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ക്യാഷ് മുഴുവൻ അടയ്ക്കുന്നത്. പക്ഷേ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. തവണകളായിട്ടാണ് ആ സാധനത്തിൻ്റെ മൊത്തം എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. നെക്സ്റ്റ് ഇസ് in the case of sale, the buyer can dispose of the goods in any way he likes. വൺസ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു ഗുഡ് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടേതായി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കതിനെ പിന്നീട് ക്രയവിക്രയം ചെയ്യാം. പക്ഷേ ബയർ അണ്ടർ ഹയർ പർച്ചേസ് അഗ്രിമെൻറ്റ് ഹാസ് നോ സച്ച് റൈറ്റ് ബിഫോർ ഹി ബിക്കംസ് ദി ഓണർ. കാരണം ഓണർഷിപ്പ് ആദ്യമേ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പൊസഷൻ ഓഫ് ഗുഡ്സ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗുഡ് കയ്യിൽ കിട്ടിയാലുടൻ അതിഷ്ടമുള്ള രീതിയിൽ ആ ബയർക്ക് ചെയ്യാൻ പറ്റില്ല. In the case of sale on credit, the seller can sue the buyer for the payment of the price outstanding. But a seller under the hire purchase system can take back the goods in the case of default by the buyer in payment of any installment. സാധാരണ ഒരു സെയിൽ ഫുള്ളി ക്യാഷ് സെയിലല്ല, ക്രെഡിറ്റ് സെയിലാണെങ്കിൽ പോലും അവിടെയും നമുക്ക് പോയിട്ട് നമ്മൾ വിറ്റ സാധനം സെല്ലർക്ക് പോയിട്ട് ആ വിറ്റ സാധനം ഇങ്ങോട്ട് തിരിച്ചെടുത്തുകൊണ്ട് വരാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ബയറെ സ്യൂ ചെയ്യാം. പക്ഷേ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റിന് മുന്നേ എപ്പം വേണമെങ്കിൽ ഹയർ വെൻഡർക്ക് ആ ഗുഡ് തിരിച്ച് എടുക്കാം, ഇൻസ്റ്റാൾമെൻറ്റ് കറക്റ്റായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ. ദെൻ in the case of sale, the buyer's position is like that of an owner, but the position of an owner under the hire purchase is like that of a bailee in respect of goods until he becomes the owner. ഇപ്പോൾ സെയിലിൻ്റെ കാര്യത്തിൽ ബയറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണറാണ്. ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബിക്കം ദി ഓണർ, സോ ഹി ആക്ട് ആസ് ദി ഓണർ ഓഫ് ദി ഗുഡ്. പക്ഷേ ഹയർ പർച്ചേസിൽ ബയർ ആ ഗുഡ് ബൈ ചെയ്യുന്ന ആൾ ഹിസ് പൊസിഷൻ ഇസ് ലൈക്ക് ബെയിലി. കൈവശം അത് വെക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം മാത്രമേ അയാൾക്ക് പറ്റൂ.
In the case of sale on immediate cash, the price does not include any interest. But under hire purchase, the installment except down payment includes interest. സാധാരണ ഒരു നോർമൽ സെയിലിൽ അവിടെ ഇൻട്രസ്റ്റിൻ്റെ എലമെൻറ്റ് വരുന്നില്ല. പക്ഷേ ഹയർ പർച്ചേസ് സെയിലിൽ ഇൻട്രസ്റ്റ് എലമെൻറ്റും കൂടി വരുന്നുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് എലമെൻറ്റും കൂടി നമ്മൾ അടയ്ക്കേണ്ടത് ആണ്. നെക്സ്റ്റ് ഇസ് terms used in hire purchase agreement. There are different terms which are being used in hire purchase agreement. They are, first one is hirer. Okay, so who is the hirer? Hirer is the buyer of the goods according to the hire purchase agreement. Thus, hirer is the hire purchaser or hire purchase buyer. ഇപ്പോൾ ഹയറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുഡ് വാങ്ങിക്കുന്ന ആളെയാണ് ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ഹയറർ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ബയർ എന്നൊക്കെ പറയുന്നത്, ഗുഡ് വാങ്ങിക്കുന്ന ആൾ. നെക്സ്റ്റ് വൺ ഇസ് ഹയർ വെൻഡർ. ഹയർ വെൻഡർ ഇസ് ദി ഓണർ ഓർ സെല്ലർ ഓഫ് ദി ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ ഹയർ പർച്ചേസ് അഗ്രിമെൻറ്റ്. ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ ആ ഗുഡ് വിൽക്കുന്ന ആൾ, അതാണ് ഹയർ വെൻഡർ. Next is cash price. Cash price means the price at which the goods can be purchased by the hirer for ready cash. It does not include any interest. Cash price എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഇൻട്രസ്റ്റ് ഇല്ലാതെ ആ ഗുഡ് വാങ്ങിക്കാമെങ്കിൽ എത്ര രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാം, അതാണ് അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. Then down payment. It is the initial payment made at the time of signing the hire purchase agreement. It is in the nature of deposit. It does not include any interest. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹയർ പർച്ചേസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇത്ര എമൗണ്ട് പേ ചെയ്തുകൊണ്ടാണ് ആ അഗ്രിമെൻറ്റ് വെക്കുന്നത്. അപ്പം ആദ്യമേ അടയ്ക്കുന്ന ആ ഒരു പേയ്മെൻറ്റിനെയാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ഇസ് ഹയർ പർച്ചേസ് പ്രൈസ്. It is the total amount payable by the hirer to the hire vendor. It includes the cash price and interest of the future installments. The hire purchase price എന്ന് പറഞ്ഞാൽ it is the total amount payable by the hirer to the hire vendor. മൊത്തം ആ ഒരു ഗുഡ് വാങ്ങി കൈവശപ്പെടുത്തി കഴിയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശവും ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്രയാണോ എമൗണ്ട് വെൻഡർക്ക് കൊടുക്കേണ്ടത്, അതാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദി ഹയറർ ടു ദി ഹയർ വെൻഡർ. അതിനകത്ത് ക്യാഷ് പ്രൈസും ഉണ്ട്, അതുകൂടാതെ ഇൻട്രസ്റ്റും വരുന്നുണ്ട്. സോ ഹയർ പർച്ചേസ് പ്രൈസ് ഇസ് ഈക്വൽ ടു ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ്. Next is hire purchase charges. This is the difference between hire purchase price and the cash price. These charges are popularly known as interest. അപ്പം ഹയർ പർച്ചേസ് ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ അവിടെ വരുന്നത് പിന്നെ ഇൻട്രസ്റ്റ് ആണ്. സോ ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ കോമൺലി ഹയർ പർച്ചേസ് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, so this is an introduction about hire purchase. So hire purchase is a system under which buyer enters into an agreement with the seller to pay the price of the goods purchased in installments. Features, difference between sale and hire purchase, and the different terms used in hire purchase agreement. Okay, now let us see the accounting for hire purchase transaction. We have to pass journal entries in the books of both hire purchaser and hire vendor. So first let us see in the books of hire purchase how to record the journal entries. So before recording the journal entries, we must know few things. To have proper accounting records, some information is required in regard to the hire purchase transactions. They are date of purchase of asset, cash price of the asset, amount of down payment, number and amount of each installment, rate of interest, method and rate of depreciation, and date of closing of the books. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. We have to identify it from the question. First is date of purchase of the asset, then cash price of the asset, amount of down payment, then number and amount of each installment, rate of interest, method and rate of depreciation, and date of closing the books. Okay,